ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ബ്രോഡ്വേ പോവുകയാണ്. നമുക്കിന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്ലോഗാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. നമുക്ക് ക്രിസ്മസിൻ്റെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ട്രിപ്പ് നാളെയാണ്. ബോൺട്രക്കിൻ്റെ ഫസ്റ്റ് ക്യാമ്പ് നാളെയാണ്. അപ്പോൾ നിങ്ങളുടെ ആശീർവാദം ഉണ്ടാവണമെന്ന് അവള് വർക്ക് അത്യാവശ്യത്തിരി കഴിഞ്ഞിരിക്കുന്നതാണ്. പോണം, പോയിട്ട് കുറച്ച് പരിപാടി ഓഫീസിലൊന്ന് കയറണം, എന്നിട്ട് വേണം പോകാൻ. അപ്പോൾ അവിടെ നല്ലോണം ക്രിസ്മസിൻ്റെ സംഭവങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് ഫ്രണ്ട്സൊക്കെ. നമ്മൾ വിചാരിച്ചൊന്ന് പോയി നോക്കാം, ചെറുതായിട്ടൊരു ഷോപ്പിംഗ്, വലുതായിട്ടൊന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ബോൺട്രക്കിൻ്റെ ഫസ്റ്റ് ട്രിപ്പ് അത് നമ്മൾ പൊളിക്കുമെന്ന് വിചാരിക്കുന്നു. അത് നമ്മൾ പൊളിക്കും. നല്ല മെമ്മറീസും വരുന്ന ആൾക്കാർക്ക് നല്ല എക്സ്പീരിയൻസും കൊടുക്കാൻ നമ്മൾ തന്നെ വിശ്വസിക്കുന്ന സെൽഫ് കോൺഫിഡൻസ് ഇസ് ദ ബെസ്റ്റ് കോൺഫിഡൻസ് ലൈഫ്. അതെ അതെ, പിന്നെ വരുന്ന ആൾക്കാർ നമുക്കും നല്ല എക്സ്പീരിയൻസ് തരുമെന്ന് വിചാരിക്കുന്നു. അതിൽ കുറച്ച് പേര് ബാഡ് കമൻസ് ഇട്ടിരുന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ബോൺട്രക്കിൻ്റെ ഇതായിട്ട്. അതായത് നിങ്ങൾ എന്താണ് വൃത്തികേടൊക്കെ പറഞ്ഞിട്ട് എന്താണെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല, ബിക്കോസ് വി ഡോണ്ട് വാണ്ട് നെഗറ്റിവിറ്റി. സോ അങ്ങനെ പറയുന്ന ആൾക്കാരോട് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ പലതും പറയാൻ തോന്നും. അത് നാച്ചുറലാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്, കാരണം അത് ഒട്ടും നാച്ചുറൽ അല്ല. അപ്പം അതിന് നമ്മൾ സെൽഫായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ തോന്നില്ല, കാരണം നമ്മൾ നമ്മുടെ കാര്യത്തിൽ ബിസി ആയിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയുന്നില്ല, കാരണം ഞാൻ കുറച്ച് നമുക്ക് വിട്ടാലോ, നമുക്ക് പോവാം. ഇനി അവിടുന്ന് കാണാം കേട്ടോ. ബ്രോഡ്വേയിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് നല്ല 8ൻ്റെ പണി കിട്ടിയിട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെരുപ്പ് പൊട്ടി ഗൈസ്. ഞാൻ വലിഞ്ഞാണ് നടന്നത്. അപ്പോൾ ഒരു ഷോപ്പിൽ ആദ്യം കയറി, അവിടെ അങ്ങനെ കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഷോപ്പിലും കയറി, അവിടെ എനിക്കൊരു ചെരുപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ, ഭയങ്കര എസ്തെറ്റിക് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അത് എടുക്കാമെന്ന് കരുതി. 2 ചെരുപ്പ് ഉണ്ടായിരുന്നു, അതിൽ ഏത് ചൂസ് ചെയ്യും എന്നുള്ളത് ഒരു കൺഫ്യൂഷനായിരുന്നു. ഫൈനലി ഒരു ചെരുപ്പ് ഞാൻ എടുത്ത്, ആ ഒരു വയലറ്റ് കളർ ചെരുപ്പ് ഞാൻ എടുത്തിട്ടോ. കുറേ ചെരുപ്പ് കടയും എല്ലാം ഉണ്ട്, പക്ഷെ നമുക്ക് അവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു 2ാമത്തെ കടയിൽ നിന്ന് തന്നെ ചൂസ് ചെയ്ത് അത് ഫൈനലൈസ് ചെയ്ത് എടുക്കാമെന്ന് കരുതിയത്. മറ്റ് കുറേ നടന്ന് നമുക്ക് കുറേ ചെരുപ്പ് കടകളൊക്കെ ഉണ്ട്, പക്ഷേ സാഹചര്യം സമ്മതിച്ചില്ല. പിന്നെ ക്രിസ്മസിൻ്റെ ഒരു ഇതായതുകൊണ്ട് തന്നെ ഭയങ്കര റഷ് ഉണ്ട് കേട്ടോ ബ്രോഡ്വേയിൽ. പിന്നെ കുറേ കളക്ഷൻസ് ഉണ്ട്, കുറേ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ബ്രോഡ്വേയിൽ അവൈലബിൾ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. നമ്മളിപ്പോൾ എന്തെങ്കിലും എടുക്കാനൊക്കെ വരികയാണെങ്കിൽ ആ റഷ് ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. പക്ഷേ റേറ്റിൻ്റെ കാര്യം അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, കുറവാണോ കൂടുതലാണോ എന്ന്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനവും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ്. ഞങ്ങളും ക്യൂട്ട് ഐറ്റംസ് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് ചെറിയ ചെറിയ ഐറ്റംസ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഈ പ്രാവശ്യം പിന്നെ ട്രീയും കാര്യങ്ങളൊന്നും ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്തില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല, അധിക ടൈം ഞങ്ങൾ വീട്ടിലുണ്ടാവില്ല. സോ ഞങ്ങൾ വിചാരിച്ചാൽ നെക്സ്റ്റ് ക്രിസ്മസിന് നമുക്ക് സെറ്റാക്കാമെന്ന് വിചാരിച്ച് എല്ലാം കണ്ട് സെറ്റായിട്ട് നമ്മൾ തിരിച്ചു വന്നത്. ഇതൊരു ക്രിസ്മസ് അപ്പൂപ്പൻ ഇങ്ങനെ നിന്ന് ഡാൻസ് കളിക്കുന്ന നിങ്ങൾ കണ്ടോ? ഞങ്ങൾക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇങ്ങനെ ആ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കായിരുന്നു കേട്ടോ. പിന്നെ ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ കാണിക്കട്ടെ ഫ്രിഡ്ജിൽ. പിന്നെ അല്ലാണ്ട് I was so excited when I saw this. Wait. കുറച്ച് പാളിപ്പോയി, ഇപ്പൊ ഗ്ലൂ വെച്ച് ഒട്ടിക്കാം. പാളിപ്പോയി. ഓക്കെ, ഇനി അടുത്ത സാധനം കാണിച്ചു തരാം. അതായത് കുറച്ച് പാളിപ്പോയി. ഇതോ, this is super cute. സ്റ്റിക്കർ പോലോ. ഇതാ വെക്കും, ഇവിടെ വെക്കട്ടെ. നല്ല രസമല്ലേ? എന്താണ് ഇവിടെ വെക്കാം. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, ഓ ബിയർ കൊട്ടിയതില്. ഓ ഷിറ്റ്.
എന്താണ് വേറെ തുണി നമ്മുടെ എനിക്ക് തോന്നിക്ക് കൊട്ടീന്ന് ഒരു പ്രാഗിന്നു ഒരു സാധനം വാങ്ങി ഇത് കാണിച്ചില്ല അറിഞ്ഞൂടെ വേവിക്ക്. ഓ നമ്മള് യേശുവിനെ മറിയം അല്ലേ? നിങ്ങക്ക് ഇതൊന്ന് തെറ്റിക്കെങ്കിൽ തെറ്റിക്കാൻ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ കേട്ടോ. അതാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്, ഊഹിച്ച് പറഞ്ഞതാണ്. ഇത് കുഞ്ഞേശു അല്ലേ? കുഞ്ഞുവാവ. യെസ്. ഒരു മിനിറ്റ് അതിൽ ഇതായി. ഇതിന് 200 ആണോ? ആ നമ്മളിപ്പോ ഓക്കെ നമുക്ക് ഇരുന്നിട്ട് സംസാരിക്കാം, അതായിരിക്കും നല്ലത്. സൗദിയിൽ നമ്മള് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സാധനം ഉണ്ട്, നമ്മള് ഇതാഴ്ചയൊക്കെ വാങ്ങി കുടിച്ചതാണ്. ഇനി അതിന് കുറെ ചുള്ളവണ്ടികൾ കഥയുണ്ട്. ഇനി പറഞ്ഞാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല വെറുതെ നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾക്ക് ഒരു പണിയില്ലല്ലോ, നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. പിന്നെ നമ്മള് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിട്ട് വന്നിട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള സാധനം ഇത്. ഐ ലവ് കേരള. എടുക്കുവാണെങ്കിൽ നമുക്കൊന്നെടുത്ത് കുടിക്കാം. അപ്പൊ നമ്മൾ ഒട്ടിക്കാൻ പോവാണ്. എവിടെ ഒട്ടിക്കും? ഓൾറെഡി ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പരിപാടി. സ്റ്റിക്കർ ഉണ്ട്, ഇത് മാഗ്നറ്റ് ആണ്. കേടായത് ഇല്ല, ഇതെടുക്ക് മാഗ്നറ്റ് പോവും. ഫ്രിഡ്ജ് തുറന്നാ നോക്കട്ടെ താഴ്ത്തുണ്ടോ. അത് പശ വെച്ച് ഒട്ടിച്ചോണ്ട് അത് പോവില്ല. കൊറേ പേര് എന്താ ഈ ക്രിസ്മസ് ട്രീ ഇല്ലേ വലുത്, അതിനൊക്കെ വില കുറവാണ്, ക്രിസ്മസിന്റെ സംഭവങ്ങൾ വില കുറവാണെന്നൊക്കെ നമ്മൾ പോയി. പക്ഷെ ക്രിസ്മസ് ട്രീയുടെ ഇത്ര ഹൈറ്റിന് വരെ ഹൈറ്റിനൊക്കെ വരെ തന്നെ 4000 രൂപയൊക്കെ ഉണ്ട് പറയുന്നത്. പിന്നെ 150 ഉണ്ട്, 200 ശരി. ഓ ഇങ്ങനെ കരുനാ വെച്ച് പറയരുത് കേട്ടോ. പിന്നെ പശയാക്കി പെണ്ണ് അതാക്കോ? അത് വെച്ച് തുടയ്ക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ ഓക്കെ, മാറി ഞാൻ തുടച്ച് ഒരു ഗായ്സ്. അപ്പൊ നമ്മളങ്ങനെ നോക്കിയപ്പോ വില നല്ലോണം ഉണ്ടെന്ന് തോന്നിട്ടോ. വില അങ്ങനെ പ്രത്യേകിച്ച് കുറവൊന്നും തോന്നിയില്ല, കുറവൊന്നും തോന്നിയില്ല. അപ്പൊ എന്തിനാണ് എന്നെ പറയുന്നതെന്ന് നമുക്കറിയില്ല കേട്ടോ. ഹോൾസെയിലായിട്ട് കിട്ടുന്നവർക്ക് ചിലപ്പോൾ കുറവാണ്, പക്ഷെ നമുക്കത് കുറവായിട്ട് തീരെ തോന്നിയില്ല. ശരിക്കും പറഞ്ഞാല് ഇത്രയും തിക്കും തിരക്കും ഒക്കെ സഹിച്ചോണ്ട് നമ്മള് അവിടെ പോയി വാങ്ങണമെന്നും തോന്നിയിട്ടില്ല. നമ്മളെ അടുത്തുള്ള കടകളിലൊന്നൊക്കെ വാങ്ങിയാൽ മതി, സെയിം റേറ്റ് ആണെന്ന് തോന്നുന്നുണ്ട് ഏകദേശം. ഓൺലൈനിലൊക്കെ വാങ്ങിയിട്ടുള്ള വില കുറവുണ്ടാവും വിചാരിക്കുന്നത് കേട്ടോ. വിചാരിക്കുന്ന അറിഞ്ഞൂടാ, വി ഹാവൻ ട്രൈഡ്. ഇത് വേറൊരു മുഖം. അപ്പൊ നമ്മുടെ ഈ ഇത്ര തന്നെ ഉള്ളൂ. ക്രിസ്മസ് പരിപാടികൾ, സെലിബ്രേഷൻ ഒക്കെ എന്താ പറയാ ഇത് പറയാ. അതെ, നമ്മള് പിന്നെ ഓവർ ഒന്നും ഡെക്കറേറ്റ് ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. കാരണം ഇവിടെ ഇല്ല, മൂന്നാർ മാത്രം. മൂന്നാറിൽ ഞങ്ങൾ പെട്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഓക്കെ, അപ്പൊ ഇത്ര ഉള്ളൂ. പോയി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാ വന്നാ പറഞ്ഞോ? ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ വന്നത്. കൈവേദന വെച്ചാ പോരെ. ഓക്കെ, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്. പക്ഷെ പ്രതീക്ഷിച്ച അത്ര ഫുഡ് ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെയൊക്കെ കഴിച്ച് ഞങ്ങൾ വന്നു. രാത്രി നമ്മള് വന്നു. നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം.